അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് കഴിയുമ്പോൾ ചിലവർ പറയും ഇതെന്താ പ്രാന്താണ്, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെന്തിനാ വല്ല മെൻ്റൽ ഉണ്ടാന്ന് വരെയും ചോദിച്ചവരുണ്ട്. പക്ഷേ ഇതാണ് സത്യം. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന പെട്ടെന്ന് തന്നെ ടോട്ടൽ മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോയി, ഫുൾ ടോട്ടൽ ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് വരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവർ ഏശയ്യാവിൻ്റെ 11 അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ, ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. അതെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ, ഇമ്മാനുവൽ, ദൈവം നിന്നോടുകൂടെ. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചാൽ നമുക്ക് ഒരു ഇടയനെ പോലെ നമ്മൾക്ക് ഈ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, ഈ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ നമുക്ക് വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ വേണം. പക്ഷേ നമ്മളെ ഇടയനെ പോലെ വഴി നടത്തും. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും, കർത്താവെ ഇതെനിക്കൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ബൈബിളിൽ നമുക്ക് വചനങ്ങളൊന്നും അറിയില്ലെങ്കിലും കർത്താവ് നമ്മളെ ടീച്ച് ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവ്. ദുരാത്മാവ് കൊണ്ട് അല്ലാതെ നമ്മുടെ ദൈവാത്മാവുണ്ട്. ദുരാത്മാവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എങ്ങനെയൊക്കെ ആൾ ചേഞ്ച് ആവണം. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, അങ്ങനെ പല പല കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറയും.